എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് എരിവും മധുരമൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക്സാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇഞ്ചിയുടെ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ജിഞ്ചർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു ജിഞ്ചർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു അടിക്കട്ടിയുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 2/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം വെന്തിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട, ചിലപ്പോൾ തിളച്ച് പോവും. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിളച്ച് ഏകദേശം ഒരു പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് കിട്ടിയിട്ടുള്ള വെള്ളം ഇഞ്ചി കുക്ക് ചെയ്തിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വെള്ളം നമുക്ക് ഒന്നുകൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഒന്ന് ഒരു സിറപ്പ് രൂപത്തിലായിട്ട് കിട്ടണം. അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു കട്ടിയായിട്ടുള്ളൂ. അത് കുറച്ചുകൂടി ഒരു കട്ടിയായിട്ട് വരാനുണ്ട്. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ തേനൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു പരുവത്തിലാണ് ഈ ഒരു സിറപ്പ് ഇരിക്കേണ്ടത്. ഇനി ഈ സിറപ്പ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള ഡ്രിങ്ക്സ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് ജിഞ്ചറയിലാണ്. ഇതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി 2 പീസ് സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മീതെ കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിന് മീതേക്ക് കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലാസ് നിറയെ സോഡ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ ഇനി മധുരം കുറച്ച് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ജിഞ്ചർ സിറപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജിഞ്ചറിയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ പൈനാപ്പിൾ മിൻറ്റ് ലൈമാണ് ഈ ഒരു സിറപ്പ് വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിൽ ജിഞ്ചർ സിറപ്പാണല്ലോ ചേർക്കുന്നത്, അതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങ ചേർക്കാം. ഇതിൻ്റെ മീതെ കൂടെ 2-3 ടേബിൾ സ്പൂണ് ജിഞ്ചർ സിറപ്പ് ചേർക്കാം. പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവും മധുരമൊക്കെ ആയിട്ടുള്ള ഈ 2 ഡ്രിങ്ക്സ് കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്